നമ്മൾ തന്നെ കൈകൊണ്ട് എടുക്കണമോ അതോ കിട്ടുന്നത് കൊണ്ട് തൃപ്തി അടയണമോ? ഹലോ ഹല്ലേലൂയ. ഒരു അപ്പനും കൊച്ചു കുട്ടിയും കൂടി ഒരു കടയിൽ കയറുന്നു. അപ്പൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നതിനിടയിൽ ഈ കുട്ടി കടയുടമസ്ഥൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. കടയുടമസ്ഥൻ ഒരു പാത്രം നിറയെ മിഠായി കൊച്ചിൻ്റെ നേരെ നീട്ടുന്നു. അപ്പോൾ അപ്പൻ പറയുന്നു, മോനെ അതെടുക്കണ്ട. അപ്പോൾ കടയുടമസ്ഥൻ എന്ത് ചെയ്തു? അദ്ദേഹം തന്നെ കുറച്ച് മിഠായി വാരി ഈ കുട്ടിയുടെ കൈകളിലേക്ക് വെച്ച് കൊടുത്തു. എന്താണ് ഇവിടെ സംഭവിച്ചത്? ആ കൊച്ചുകുട്ടി എടുത്തിരുന്നെങ്കിൽ ഒന്നോ രണ്ടോ മാത്രമേ എടുക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ കടയുടമസ്ഥൻ വാരിക്കൊടുത്തു. ഇതുപോലെ തന്നെയാണ് പലപ്പോഴും പരിശുദ്ധാത്മാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ പരിശുദ്ധാത്മാവെ വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കും. എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവിന് പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെയല്ല, സ്ഥിരമായി വസിക്കണം. കാരണം ഇത് യേശുവിൻ്റെ ആത്മാവാണ്. യേശുവിൻ്റെ ആത്മാവാണ് എല്ലാ കാര്യങ്ങളിലും നമ്മളെ നയിക്കേണ്ടത്. ഒരുപക്ഷേ നമുക്ക് ചെയ്യാൻ കഴിവുള്ള കാര്യമായാലും ചെയ്യാൻ നമുക്ക് സാധിക്കാത്ത കാര്യങ്ങളായാലും പരിശുദ്ധാത്മാവ് തന്നെയാണ് നയിക്കേണ്ടത്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അതുകൊണ്ട് സ്ഥിരമായി വസിച്ച് യേശുവിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കാനുള്ള ആ ഒരു കൃപ നമ്മളിലേക്ക് വരണമെങ്കിൽ പരിശുദ്ധാത്മാവ് സ്ഥിരമായി നമ്മളിൽ വസിക്കണം. ഓരോ ആവശ്യത്തിന് വേണ്ടിയല്ല, സ്ഥിരമായി. സഹായകനാണ്. എൻ്റെ ആത്മാവും പരിശുദ്ധാത്മാവും ലയിക്കട്ടെ എന്നുള്ള മനോഭാവത്തിൽ വേണം പ്രാർത്ഥിക്കാൻ. ഹലോ ഹല്ലേലൂയ. നമ്മൾ തന്നെ കൈകൊണ്ട് എടുക്കണമോ അതോ കിട്ടുന്നത് കൊണ്ട് തൃപ്തി അടയണമോ? ഹലോ ഹല്ലേലൂയ. ഒരു അപ്പനും കൊച്ചു കുട്ടിയും കൂടി ഒരു കടയിൽ കയറുന്നു. അപ്പൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നതിനിടയിൽ ഈ കുട്ടി കടയുടമസ്ഥൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. കടയുടമസ്ഥൻ ഒരു പാത്രം നിറയെ മിഠായി കൊച്ചിൻ്റെ നേരെ നീട്ടുന്നു. അപ്പോൾ അപ്പൻ പറയുന്നു, മോനെ അതെടുക്കണ്ട. അപ്പോൾ കടയുടമസ്ഥൻ എന്ത് ചെയ്തു? അദ്ദേഹം തന്നെ കുറച്ച് മിഠായി വാരി ഈ കുട്ടിയുടെ കൈകളിലേക്ക് വെച്ച് കൊടുത്തു. എന്താണ് ഇവിടെ സംഭവിച്ചത്? ആ കൊച്ചുകുട്ടി എടുത്തിരുന്നെങ്കിൽ ഒന്നോ രണ്ടോ മാത്രമേ എടുക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ കടയുടമസ്ഥൻ വാരിക്കൊടുത്തു. ഇതുപോലെ തന്നെയാണ് പലപ്പോഴും പരിശുദ്ധാത്മാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ പരിശുദ്ധാത്മാവെ വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കും. എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവിന് പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെയല്ല, സ്ഥിരമായി വസിക്കണം. കാരണം ഇത് യേശുവിൻ്റെ ആത്മാവാണ്. യേശുവിൻ്റെ ആത്മാവാണ് എല്ലാ കാര്യങ്ങളിലും നമ്മളെ നയിക്കേണ്ടത്. ഒരുപക്ഷേ നമുക്ക് ചെയ്യാൻ കഴിവുള്ള കാര്യമായാലും ചെയ്യാൻ നമുക്ക് സാധിക്കാത്ത കാര്യങ്ങളായാലും പരിശുദ്ധാത്മാവ് തന്നെയാണ് നയിക്കേണ്ടത്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അതുകൊണ്ട് സ്ഥിരമായി വസിക്കാൻ